അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സർവോ അപ്ഗ്രേഡുമായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ 1/10 സ്കെയിൽ ഷോർട്ട് കോസ്റ്റ് ട്രക്കിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല കൂടിയ 45 kgയുടെ സർവോയാണ്. അപ്പോൾ ഈ കമ്പനി നട്ടിട്ട് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല, ഇതെൻ്റെ വെൻഡറിൻ്റെ കമ്പനിയാണ്, ഡയറക്റ്റ് മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഇട്ടത് നമ്മൾ 8.2 kgയുടെ JX സർവോ ആയിരുന്നു, അത് പെട്ടെന്ന് അടിച്ചു പോയി. രണ്ടാമത് നമ്മളിപ്പോൾ 15 kgയുടെ നമ്മുടെ ക്രോളറിൻ്റെ അകത്ത് കിടന്ന വെച്ച സർവോ ആണ് ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ കോർലെസ് സർവോ ആണിത്, ബ്രഷ്ലെസ് അല്ല, കോർലെസ് മോട്ടറാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ 45 kg ആണ്, അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ ടോർക്കാണ്. അപ്പോൾ നമ്മൾ 1/10 സ്കെയിൽ മോൺസ്റ്റർ ട്രക്ക് അല്ലെങ്കിൽ ഷോർട്ട് കോഴ്സ് അല്ലെങ്കിൽ ക്രോളറിലേക്കൊക്കെ നിങ്ങൾ സർവോ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 25 kgക്ക് മേലെയുള്ള സർവോസ് എടുക്കുക. അതിന് താഴെയുള്ള സർവോസ് 1/10 സ്കെയിൽ അല്ലെങ്കിൽ ഒരു 1/12 സ്കെയിൽ വരുമ്പോൾ അതിന് മേലത്ത് വരുന്ന വണ്ടികളിലോട്ടൊന്നും കൊടുക്കരുത്. 1/14 സ്കെയിൽ 1/16 സ്കെയിൽ വണ്ടികളാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ സർവോ ആയിരിക്കും. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഡസ്റ്റ് കവർ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കല്ലൊക്കെ കയറിയിട്ട് സർവോ ഇതാവും. എൻ്റെ മറ്റേ സർവോ നല്ലൊരു ഓവർ ഹീറ്റായിട്ട് പിന്നെ വർക്ക് ചെയ്യാണ്ടായി, ഭയങ്കര ചൂടായിരുന്നു, പഴുത്തിരിക്കണമായിരുന്നു സർവോ. അപ്പോൾ സർവോ പെട്ടെന്ന് പോകും. അപ്പോൾ ഒരു നല്ലൊരു സർവോ വേണമെങ്കിൽ എടുത്തിടാം, പക്ഷേ ഈ ഒരു വണ്ടിയിലേക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ചീപ്പായിട്ടുള്ളൊരു സർവോ, ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3500-3600 രൂപ വരും ഈ ഒരു സർവോക്കാണെങ്കിലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതിൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം, ഇപ്പോൾ ഉള്ള പെർഫോമൻസും അത് കഴിഞ്ഞിട്ട് നമ്മൾ സർവോ അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള പെർഫോമൻസും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്, 2 ഫാനും ഉള്ളതുകൊണ്ട് ഭയങ്കര ലൗഡായിരിക്കും നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് സർവോ ആണ് കിടക്കുന്നത്, ഇപ്പോൾ കാണിച്ചു തരാം. സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഇതാണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചാൽ ഉണ്ടോ. ഇതിലും സ്പീഡ് എന്തായാലും നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്ന സർവോ ഒക്കെ ഉണ്ടാവും. ഞാൻ സർവോ കാണിച്ചു തരാം. ഫുൾ മെറ്റൽ നല്ല അടിപൊളി സർവോ ആണ്. ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജിങ് വരുന്നത്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട് 45ൻ്റെ ഇതാണ്, 45 ഇതാണ്, 180 ഡിഗ്രി ആണെന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. നമ്മൾ സർവോ എടുത്തതിന് അതിലും ഉണ്ടാവും. ഇതാണ് നമ്മുടെ സർവോ വരുന്നത്, ഫുള്ള് ഇതാണ് മെറ്റലാണ് കേട്ടോ, ഫുള്ള് ബോഡി നല്ല വെയിറ്റും ഉണ്ട് അത്യാവശ്യം. അതുപോലെ സർവോ ഹോണൊക്കെ ഇതിൻ്റെ ഒപ്പം വരുന്നത് മെറ്റൽ തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ടൊന്ന് ബുഷിങ്ങും കാര്യങ്ങളും സ്ക്രൂസൊക്കെ ഒരുപാടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണ്ട, നമുക്ക് സർവോയിലേക്ക് ഡയറക്റ്റ് വരാം. ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ടില്ല, ഭയങ്കര ലൗഡാണ് വണ്ടി. നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സർവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും. ഇത് കണ്ട ഫുള്ള് മെറ്റലാണ്, ഇത് ഫുള്ള് മെറ്റലാണ്, A to Z പാർട്ട് ഫുള്ള് മെറ്റലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 45 kg 180 ആണ്. കോർലെസ് സർവോ ആണ്, കോർലെസ് മോട്ടർ ഇതിനകത്ത് വരുന്നത്, ബ്രഷ്ലെസ് അല്ല. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർലെസ് മോട്ടർ ഒരു ഇത്തിരി കൂടെ ഓക്കെ ആണ് പെർഫോമൻസിൽ, പക്ഷേ ബ്രഷ്ലെസ് ആണ് ഒരു ഇത്തിരി കൂടെ അടിപൊളി. നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ നോർമൽ സർവോ മോട്ടറിനേക്കാൾ ഒരു ഇത്തിരി കൂടെ നല്ലതാണ് കോർലെസ്, അത്രയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ബെസ്റ്റ് പെർഫോമൻസ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രഷ്ലെസ് എടുക്കാം. പക്ഷേ ഈ വരുന്ന വണ്ടികളിലൊക്കെ നമ്മൾ ഒരുപാട് ഇത് മുടക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല ട്രാക്സോ ആർമയുടെയൊക്കെ വണ്ടിയാണെങ്കിൽ ഓക്കെ, നമ്മൾ മുടക്കുന്നത് വെറുത്താന്ന് പറയും. ഈ വക വണ്ടികൾ നമ്മൾ ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ക്രോളറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അത്യാവശ്യം വെയിറ്റ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അതൊരു ഓപ്ഷനാണ്. നമ്മുടെ സ്റ്റോക്ക് സർവോനേക്കാൾ എന്തായാലും നല്ല വെയിറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ബിഫോർ കണ്ടല്ലോ സർവോയുടെ സ്പീഡ്, പിന്നെ ആഫ്റ്റർ ഞാനിത് വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിൽ സർവോ ഒക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ 45 kgയുടെ സർവോയുടെ കിടക്കണം, നല്ല ബ്ലാക്ക് നല്ല അടിപൊളി സാധനമാണ്. വണ്ടി ഇപ്പോൾ ഓണാണ്, അതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. നമ്മുടെ നേരത്തെ വെച്ച സർവോ ഇതാണ്. ശരിക്കും ഇത് നമ്മുടെ RGTയുടെ ക്രോളറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓണാണ്. ഇപ്പോൾ സ്പീഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അടിപൊളി സ്പീഡാണ്, നോക്കിന്നോ കാണിച്ചു തരാം കേട്ടോ. സ്പീഡ് നോക്കിക്കോ, ആയിക്കോട്ടെ കണ്ട, വീട്ടുമ്പോൾ കണ്ട കട്ട 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 എന്ന് പറഞ്ഞാൽ അടിക്കണ്ട. കാണിച്ചു തരാം സ്പീഡ് കണ്ട. പെട്ടെന്ന് കറക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടി ആൾ പക്കായിരിക്കും കണ്ട, പട്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ അടിക്കണത്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റെസ്പോൺസാണ്. നേരത്തെ റെസ്പോൺസ് നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ ഇത് കണ്ട, വിട്ട് കഴിയുമ്പോൾ വൈബ്രേഷൻ അടിക്കണ്ട ഉണ്ടോ, അത്രയും സെൻസിറ്റീവാണ് നമ്മുടെ സർവോ കണ്ടോ. ടയറിലേക്ക് പോയിക്കോട്ടെ കണ്ടോ,
അതായത് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ പോലും കണ്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സർവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവോ പക്കയാണ്. സ്പീഡും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ട്, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് മതിയാവും. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഈ ടൈപ്പ് സർവോ അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഇതെനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. ഒരു 3500 രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയ റേറ്റ് അല്ല. നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് ചിലപ്പോൾ അതിലും കുറവിന് കിട്ടുമായിരിക്കും, അറിയാൻ പാടില്ല. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നിടത്ത് വണ്ടി എത്തും. അതിനാണ് നമ്മൾ സർവോ ഫാസ്റ്റ് ആക്കിയിരിക്കുന്നത്. സ്റ്റിയറിംഗ് ആണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഫാസ്റ്റ് വണ്ടികളിലേക്ക് വരുമ്പോൾ. ക്രോളർ പോലുള്ള വണ്ടികൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും സ്ട്രോങ് ആയിട്ടുള്ളൊരു സർവോ ഉള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വെഹിക്കിളിൽ എപ്പോഴും നമ്മുടെ സർവോ സ്പീഡ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോ സ്പീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവോ തിരിയുമ്പോൾ നമുക്ക് വിചാരിക്കേണ്ടത് നമുക്ക് തിരിഞ്ഞു കിട്ടില്ല. അതുപോലെ സ്റ്റിയറിംഗ് കറക്ഷൻ ചെയ്യാനെടുക്കുന്ന ടൈമൊക്കെ ഭയങ്കര ഡിലേ ആയിരിക്കും. അപ്പോൾ അതായിരുന്നു നമ്മുടെ സർവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഹൈ സ്പീഡ് 45 kg സർവോ ആണ്. ഇനിയിപ്പോൾ എന്തായാലും സർവോ എന്താ പറഞ്ഞാൽ വീക്ക് ആയതുകൊണ്ട് ഇനി എന്തായാലും പണി കിട്ടില്ല. സർവോ ഓവർലോഡ് വന്നാൽ പണി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അത് ഈ കല്ല് വരാനുള്ള സിറ്റുവേഷൻ വന്നാലാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ട്രാക്കിൽ ഓടിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ആർക്കെങ്കിലും അപ്പോൾ ഈ സർവോ വേണമെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ വേറൊരെണ്ണം കൂടി ഇരിപ്പുണ്ട്, ഞാൻ 2 എടുത്തത് സെയിം സ്പെക്ക് വരുന്ന സർവോ ഒരെണ്ണം ഇരിപ്പുണ്ട് UANGലിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡല്ല. 1/10 സ്കെയിൽ വണ്ടികൾക്ക് പറ്റിയ സർവോയാണ്. നമുക്ക് ക്രോളറിലും വേണമെങ്കിൽ ഇടാൻ വേണ്ടി പറ്റും. 45 kg ഫുൾ മെറ്റൽ സർവോയാണ് വരുന്നത്. കോർലെസ് മോട്ടർ വരുന്നത്. വാട്ടർ പ്രൂഫാണ്, IP67 റേറ്റഡ് ആണ്. വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻസ്. അത് മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം. വെള്ളത്തിലൊക്കെ ഇറക്കിയാലും വലിയ പ്രശ്നങ്ങൾ വരില്ല. ഉപ്പുവെള്ളത്തിലൊന്നും കൊണ്ടുപോയി ഇറക്കരുത് ഒരു വണ്ടി. ഒരു RC കാർ നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ ഇറക്കരുത്. എത്രയൊക്കെ വാട്ടർ പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഉപ്പ് ഡേഞ്ചറാണ്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഷോർട്ട് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സാധനം ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഓടിച്ച് കഴിഞ്ഞാൽ പക്ക ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് വീഡിയോ വരാം. അതുവരത്തേക്കും ബൈ.